മലയാളത്തിലെ വെള്ള സോക്സ് ഇട്ട മുടിനാരുകൾ എന്ന ഒരു കഥയുടെ ഒരു ആശയം ഇങ്ങനെയാണ്. ഒരു പ്രായമായ വൃദ്ധന്റെ അരികിലേക്ക് അയാളുടെ പേരക്കുട്ടി കടന്നു വരികയും ആ കുട്ടി അവന്റെ സങ്കടങ്ങൾ പറയുകയാണ്. അവൻ പറഞ്ഞു, മുത്തശ്ശ, ഞാൻ വല്ലതും കയ്യിലേക്ക് എടുത്താൽ, ഒരു പാത്രം പിടിച്ചാൽ, ഒരു ഗ്ലാസ് കയ്യിലേക്ക് എടുത്താൽ ചിലപ്പോൾ അത് താഴെ വീണ് പൊട്ടിപ്പോകാറുണ്ട്. മുത്തശ്ശന്റെ മറുപടി, മോനെ, എന്റെ അവസ്ഥയും അത് തന്നെയാണ്. രണ്ടാമത് ആ കുട്ടി പറഞ്ഞു, അങ്ങനെ പാത്രം ഉടയുമ്പോ ചിലപ്പോൾ ഉമ്മ എന്നെ ശകാരിക്കുന്നുണ്ട്, അച്ഛൻ എന്നെ ശകാരിക്കുന്നുണ്ട്. മുത്തശ്ശന്റെ മറുപടി, മോനെ, എന്റെ അവസ്ഥയും അത് തന്നെയാണ്. മൂന്നാമത് ആ കുട്ടി പറഞ്ഞു, മുത്തശ്ശ, ചിലപ്പോൾ ഞാൻ അറിയാതെ എന്റെ മലമൂത്ര വിസർജനം എന്റെ വസ്ത്രത്തിൽ പോകുന്നുണ്ട്, എനിക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ആ വൃദ്ധനായ മനുഷ്യന്റെ മറുപടി, മോനെ, എന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. ബാല്യവും വാർദ്ധക്യവും രണ്ട് ദുർബലതകളാണ്. ഈ രണ്ട് സമയമാണ് യൗവനം എന്നുള്ളത്. താൻ പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ദഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ദഅഫൻ വശൈബ. ദുർബലമായ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ സൃഷ്ടിപ്പ്. ബാല്യത്തിന്റെ ദുർബലതകളിലൂടെ കടന്നുവന്ന് പിന്നീട് മനസ്സ് കൊതിക്കുന്നിടത്തേക്ക് ശരീരമെത്തുന്ന യൗവനത്തിലേക്ക്, കരുത്തിന്റെ യൗവനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. ആ കരുത്തിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് കാണാനുള്ളത് നരയും ദുർബലതയുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബാല്യത്തിന്റെ ദുർബലതകളിലൂടെയാണ് നമ്മൾ ഈ കരുത്തിലേക്ക് എത്തിയത് എങ്കിൽ പ്രിയമുള്ളവരെ, ഈ യൗവനവും കടന്നു പോകാനുള്ളതാണ്. നമുക്കും ഒരു വാർദ്ധക്യം എത്താനുണ്ട്. നമ്മുടെ ശരീരത്തിന് നരബാധിക്കുന്ന, ശരീരം ചുക്കിച്ചുളിയുന്ന, ദുർബലമാകുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ അഭിമാനം പോലും നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കുള്ള വാർദ്ധക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനുണ്ട്. ആ വാർദ്ധക്യത്തിന് മുമ്പ് നമ്മുടെ യൗവനത്തെ അടയാളപ്പെടുത്താനാണ് ഈ ഒത്തുചേരൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇസ്ലാമിക ചരിത്രങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന എമ്പാടും യുവാക്കളെ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനിച്ച നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടേണ്ടി വന്ന ഗുഹാവാസികളുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തുന്നുണ്ട്. നാട്ടിലുള്ള ഭരണാധികാരികൾ എതിരായപ്പോൾ, നാട്ടിലുള്ള രാജാക്കന്മാരെതിരായപ്പോൾ അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഗുഹയിലേക്ക് കടന്നു വന്ന ഗുഹാവാസികളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ. തീർച്ചയായും ആ കൂട്ടം യുവാക്കളായിരുന്നു, ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു എന്ന് അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു.